നമസ്കാരം. അറം പറ്റുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ നമ്മുടെ കേജ്രിവാൾ കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, എന്നെ കള്ളക്കേസിൽ അകപ്പെടുത്തിയ പോലെ മോദി അടുത്ത് തന്നെ നമ്മുടെ മമതയെയും പിണറായി വിജയനെയും ഒക്കെ കള്ളക്കേസിൽ അകത്തിടുമെന്നാണ് കേജ്രിവാൾ പറയുന്നത്. പറയാനിടയ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കേജ്രിവാൾ അറസ്റ്റിലായിട്ടും രാജിവെച്ചില്ലല്ലോ. അദ്ദേഹം ജയിലിൽ കിടന്ന് ഭരിക്കുക എന്ന് പറയുന്നൊരു ധാർഷ്ട്യത്തിലാണ് നിന്നത്. അപ്പൊ അതേപോലെ കേജ്രിവാൾ പറയുന്നു, മോദിയുടെ ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മമത പിണറായി ഒക്കെ പിടിച്ചകത്തിട്ട് അവിടുത്തെ ഭരണം അട്ടിമറിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതിന് വഴങ്ങിയില്ല. കാരണം ഞാൻ വഴങ്ങിയാൽ, ഞാൻ രാജിവെച്ചാൽ അടുത്ത് തന്നെ ഈ മമതയെയും പിണറായിയും ഒക്കെ മോദി പിടിച്ചകത്തിടും. അങ്ങനെ അവിടെയും ഭരണം അട്ടിമറിക്കും. അങ്ങനെ അവിടുത്തെ നിന്നും ഭരണം അട്ടിമറിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ത്യാഗം അനുഭവിച്ചത്. കാരണം ത്യാഗിയാണല്ലോ ഇപ്പം കേജ്രിവാൾ. ഇപ്പോൾ ഈ മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ, ഈ സുപ്രീം കോടതി വെറുതെ വിട്ട പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടാൽ. അങ്ങനെയാണ് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആൾക്കാരും പണ്ട് കേജ്രിവാളിനെ അകത്തിടാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന പാർട്ടിക്കാരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പം എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടാണ് മോദിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ. അപ്പം നമ്മുടെ കേജ്രിവാള് പിണറായിയാണ് അടുത്ത് എനിക്ക് പിന്നാലെ ജയിലിലേക്ക് വരാൻ പോകുന്ന ആൾ പിണറായിയാണ് എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അറമ്പറ്റി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ പുതിയ ഡൽഹിയിലെ മദ്യനയ വിവാദം പോലെ, മദ്യനയ കേസ് പോലെ കേരളത്തിൽ ഒരു രണ്ടാം ബാർക്കോഴ വിവാദം, ഇതില് കേജ്രിവാൾ പറഞ്ഞ പോലെ പിണറായി അകപ്പെടുക തന്നെ ചെയ്യും. ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ LDF ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബാർക്കോഴയായിരുന്നു. ഇപ്പോ ഉയർന്നിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായ ബാർക്കോഴ വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. അന്ന് പൂട്ടിപ്പോയ 418 ബാറുകൾ തുറക്കാൻ വേണ്ടിയിട്ട് മാണി 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടു എന്നായിരുന്നു നമ്മുടെ ബിജു രമേശ് അന്ന് പറഞ്ഞിരുന്നത്. എന്നിട്ട് 1 കോടി രൂപ മാണിക്ക് കൊടുത്തു. അങ്ങനെയാണല്ലോ മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഏതാണ്ട് അങ്ങനെ ഒരു ആരോപണം ഏതാണ്ട് ഒരു 10 വർഷം മുമ്പാണ് അത്തരം ഒരു ആരോപണം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇടതുപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട അന്നത്തെ 2 ആരോപണങ്ങളായിരുന്നു. ഒന്ന് നമ്മുടെ സോളാർ വിവാദം, നമ്മുടെ സരിത ഉൾപ്പെട്ട ആ സോളാർ വിവാദം. രണ്ടാമത് ഈ പറയുന്ന ബാർക്കോഴയും. ഈ ഒരു പഴമൊഴി ഉണ്ടല്ലോ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നൊക്കെ പറയാറുള്ളത് പോലെ ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ ഇതിന്റെയൊക്കെ പേരിൽ ഒരുപാട് എന്താ പറയാ പ്രതിക്കൂട്ടിലാക്കി അദ്ദേഹത്തിന്റെ മരണശേഷവും ആ ഒരു ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ തുടരുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഇപ്പോഴും ഈ പിണറായിക്ക് പിന്നാലെ എന്താ പറയാ നടക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാൻ. കാരണം സരിതയുടെ അതേ ഒരു ഇഷ്യൂ ആയിരുന്നില്ല നമ്മുടെ സ്വപ്ന സുരേഷ് അതേപോലെയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആഞ്ഞടിച്ചത്. പക്ഷെ പിണറായിയെ ശരിക്ക് നമ്മുടെ സ്വപ്ന സുരേഷ് പിണറായിക്കെതിരെ നടത്തിയ ചില 164 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഒന്നിലേറെ. ശരിക്കും അതൊക്കെ വേണ്ട രീതിയിൽ അന്വേഷിച്ചിരുന്നു എങ്കിൽ കേജ്രിവാള് ഇപ്പോ അഴിക്കുള്ളിൽ കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ മനീഷ് സിസോദിയ കിടക്കുന്ന പോലെ, കവിത കിടക്കുന്ന പോലെ, പിണറായിയുടെ ആൾക്കാരൊക്കെ എത്ര മാസങ്ങൾ, എത്ര വർഷങ്ങൾ തടവിൽ കിടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. കാരണം കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അവർ പിണറായി തൊടില്ല. അത് വേറെ കാര്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി ഒന്നുമല്ല, അവർക്ക് പിടിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസ് സംവിധാനത്തെയാണ്. കോൺഗ്രസിനെയാണ് കേരളത്തിൽ നിന്ന് അവർക്ക് ഉന്മൂലനം ചെയ്യേണ്ടത്. ആ ഉന്മൂലന സിദ്ധാന്തം നടപ്പിൽ വരുത്തുന്ന അവരുടെ ഒരു ഏജന്റാണ് പിണറായി എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അത് വേറൊരു കാര്യം. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്,
ഈ നേരത്തെ പറഞ്ഞ ആ ഒരു പഴമൊഴി തന്നെയാണ്, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്ന് പറയുന്ന പോലെ ഇതാ വീണ്ടും ഈ എന്താ പറയാ, ഈ സ്വപ്നയുടെ വിവാദമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തേച്ചു മാച്ച് അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് അതേപോലെ മുമ്പ് എങ്ങനെയായിരുന്നു മാണിയെ കുടുക്കിയത്, മുമ്പ് എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടിയെ കുടുക്കിയത്, അതേപോലുള്ള ഒരു ബാർക്കോഴ വിവാദം. അതിലിപ്പം നമ്മുടെ രാജേഷ് പറയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആരോപണമൊക്കെ വരുമ്പോൾ പറയുന്നത് മാധ്യമ സൃഷ്ടി എന്നൊക്കെ പറയുന്നത്. മാധ്യമ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഇത് വന്നല്ലോ, നമ്മുടെ ഓഡിയോ പുറത്തു വന്നല്ലോ. കാരണം ഈ ബാർ അസോസിയേഷന്റെ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ തലപ്പത്തുള്ള നമ്മുടെ അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയായ അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. വളരെ ക്ലിയർ ആണ് ശബ്ദ സന്ദേശം. കാരണം ഈ ഡ്രൈ ഡേ മാറ്റാനും ബാറിന്റെ പ്രവൃത്തി സമയം പാതിര വരെ ബാർ പ്രവർത്തിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പം ഇതില് നമ്മുടെ CPI വരെ, CPIയുടെ KK ശിവരാമൻ വരെ പറഞ്ഞു ഇത് ഒട്ടും ശരിയല്ല, അത് അന്വേഷണം നടത്തണമൊക്കെ ശിവരാം ആവശ്യപ്പെട്ടു. പക്ഷെ ശിവരാമന്റെ കണക്ക് തെറ്റിപ്പോയി. CPIക്കാർക്ക് സ്വതവേ കണക്ക് കൂട്ടുന്ന കാര്യത്തിലൊക്കെ വളരെ പിന്നിലാണല്ലോ അവർ. കാരണം 2.5 ലക്ഷം രൂപയാണ് ഒരു ബാർ ഹോട്ടൽ നൽകേണ്ടത് എന്നാണ് ഈ അസോസിയേഷൻ നേതാവ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 1000-ഓളം ബാറുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അപ്പൊ 1000-ഓളം ബാറുകളിൽ നിന്ന് ഒരു ബാറിൽ നിന്ന് 2.5 ലക്ഷം രൂപ പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ 250 കോടി ഉണ്ടാവില്ല, 25 കോടി ഉണ്ടാവുള്ളൂ. പക്ഷെ 25 കോടി എന്ന് പറയുന്നത് 25 കോടിയാണല്ലോ. അപ്പൊ 25 കോടിയുടെ ഒരു ആരോപണത്തിന്റെ മേലെയാണ് ഇപ്പം MP രാജേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. അപ്പൊ രാജേഷ് ഇപ്പൊ അവസാനം തടി രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. ഈ അടുത്ത 10-ന് ജൂൺ 10-ന് ഇത് നടക്കാൻ പോവുകയാണ്, നമ്മുടെ നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആഞ്ഞടിക്കാൻ വേണ്ടി പ്രതിപക്ഷം കോപ്പ് കൂട്ടുകയാണ്. ജൂൺ 10 ആകുമ്പോഴത്തേക്ക് നമുക്കൊക്കെ അറിയാം പ്രതിപക്ഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇന്നത്തെ ശക്തി ആയിരിക്കില്ല. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് വരില്ല. ഇപ്പൊ ഏറ്റവും പുതിയ നമ്മുടെ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗോപകുമാർ സാർ പറയുന്നത് ഒരു സീറ്റ് NDA, 2 സീറ്റ് LDF, 17 സീറ്റ് UDF എന്നാണ് ഗോപകുമാർ സാറിന്റെ ഒരു ഇലക്ഷൻ പ്രവചനം. ഗോപകുമാർ സാറ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും സീനിയറായ, ഏറ്റവും പരിണിതപ്രജ്ഞനായ ഇത്തരം തെരഞ്ഞെടുപ്പ് അവലോകന കാര്യങ്ങളിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ്. നേരത്തെ നമ്മുടെ CP റാഷിദ് ഏതാണ്ട് ഇതേ സംഭവമാണ്. നമ്മുടെ CP റാഷിദ് ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രവചനം എന്ന് പറയുന്നത്. റാഷിദ് പറഞ്ഞതും അങ്ങനെയാണ്, 14 മുതൽ 17 സീറ്റ് വരെ UDFന് സാധ്യത എന്നാണ് പറയുന്നത്. അപ്പൊ ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് ഗോപകുമാർ സാറും പറയുന്നത്. അപ്പൊ 17 സീറ്റ് UDF വിജയിക്കും. അതൊരു പക്ഷേ 18 ആയാലോ 19 ആയാലും 20 ആയാലും പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു വിജയം UDFന് നേടിക്കഴിഞ്ഞാൽ ജൂൺ 10-ന് നിയമസഭാ സമ്മേളനം രാജേഷിന്റെ പരിപ്പടക്കും. അപ്പൊ പക്ഷേ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് നമ്മുടെ പിണറായിയുടെ പോലീസാണല്ലോ. അപ്പൊ അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. രാജേഷേ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏറ്റവും യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ശക്തിധരന്റെ എന്താണ് ഈ ശക്തിധരന്റെ പോസ്റ്റ് ഇടക്കിടക്ക് നമ്മളിങ്ങനെ അതിനെ കുറിച്ച് പറയുന്നത്, അത് എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ ചില സഖാക്കളായ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. അവർക്ക് പേടിയാണ് ശക്തിധരനെ. കാരണം ശക്തിധരനെ ശക്തിധരൻ അറിഞ്ഞിടത്തോളം CPMന്റെ രഹസ്യങ്ങൾ ഒരു പക്ഷെ മറ്റാർക്കും അറിയില്ല. ഇത് ഗോവിന്ദമാഷിക്കും അറിയാം, EP ജയരാജനും അറിയാം, MP ജയരാജനും അറിയാം, എല്ലാ ജയരാജന്മാർക്കും അറിയാം ശക്തിധരൻ ആരാണെന്നുള്ളത്. അതുകൊണ്ടാണ് ശക്തിധരൻ പറയുന്നത് ഒരു മറുപടി പറയാൻ പോകാത്തത്. മറുപടി പറയാൻ പറ്റില്ല ഇവർക്ക്. കാരണം ശക്തിധരന് മുന്നിൽ വാദിച്ച് ജയിക്കാൻ ഇവർക്ക് ആവില്ല. അപ്പൊ ശക്തിധരന്റെ ഏറ്റവും പുതിയ ഒരു ഫേസ്ബുക്ക് ഉണ്ട്. രാജേഷ് അത് വായിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം രാജിവെച്ച് പോകും. കാരണം അത്രക്കും രൂക്ഷമായ ഭാഷയിലാണ് ശക്തിധരൻ രാജേഷിനെതിരെ ഇന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ ശക്തിധരന്റെ ഈ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ട്. അതിങ്ങനെയാണ്. അതായത് UDF ഭരണത്തിന്റെ തണലില് KM മാണി 10 വർഷം മുമ്പ് നടത്തിയ ഈ ബാർ കോഴയുമായി താരതമ്യം ചെയ്യുമ്പോൾ മന്ത്രി MP രാജേഷ് ഇപ്പോൾ നടത്തിയത് ഒരു ഹിമാലയൻ കൊള്ളയാണ് എന്നാണ് പറയുന്നത്. തലമൂത്ത മണിച്ചൻ മാത്രമായിരുന്നു KM മാണിയെങ്കിൽ MP രാജേഷ് ആകട്ടെ ബാർ കോഴയുടെ സമസ്ത അടവുകളും പയറ്റി തെളിഞ്ഞ നമ്മുടെ തിഹാർ ജയിലിൽ കിടക്കുന്ന പുതിയൊരു മനീഷ് സിസോദിയ ആണ് രാജേഷ് എന്നാണ് നമ്മുടെ ശക്തിധരന്റെ വാദം.
നമ്മുടെ കെ എം മാണി നടത്തിയ ബാർക്കോഴ ഭീകരതയുടെ എത്രയോ മടങ്ങാണ് എം പി രാജേഷിന്റെ കൈത്തഴക്കം അത്രേ. ഈ പ്രായത്തില് ഇത്രയ്ക്ക് പോന്നവനായോ എം പി രാജേഷ് എന്ന് ആരും അസൂയപ്പെട്ടു പോകും. കാഴ്ചയിൽ ഒരു തരി പോലെയുള്ളൂ, പക്ഷെ പറഞ്ഞിട്ടെന്താ, തടുത്തു കൂട്ടിയിരിക്കുന്ന കോടികളുടെ കുന്നുമല കാണുമ്പോൾ ആരും അന്തം വിടും. ഈ പകൽമാനിനെ നമിക്കണം എന്നൊക്കെയാണ് ശക്തിധരൻ പറയുന്നത്. നിയമസഭയിലും പൊതുവേദികളിലുമൊക്കെ ഇയാൾ എടുത്ത് വീശുന്ന എന്താ പറയാ രാഷ്ട്രീയ പ്രബന്ധങ്ങൾ കണ്ടാൽ നമ്മുടെ ചെഷസ്ക്യൂ പോലും സുല്ല് പറയും. മദ്യ കുംഭകോണത്തിൽ ഇന്ത്യ കണ്ട മാസ്റ്റർ ബ്രെയിൻ എന്ന് തന്നെ പറയണം. ആർക്കാണ് ഇദ്ദേഹം ശിക്ഷ്യപ്പെട്ടത് എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. അതൊരു ഗവേഷണ വിഷയമാണ്. എം പി രാജേഷ് ആർക്കാണ് ശിക്ഷ്യപ്പെട്ടിരിക്കുന്നത്? കേരളം കണ്ട ഇയാളുടെ രാഷ്ട്രീയ പ്രബന്ധങ്ങൾക്ക് എന്തൊരു വീര്യമായിരുന്നു, മദ്യത്തെക്കാൾ വീര്യം. അപ്പൊ മന്ത്രിയായതേ ഉള്ളൂ, അത്രയ്ക്കൊന്നും കെട്ടുപോയിട്ടുണ്ടാവില്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാ സത്യം എന്താണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞില്ലേ? കട്ട് നിന്നിട്ട് ഈ കള്ള തിരുമാലിയുടെ വളിച്ച ചിരി കണ്ടില്ലേ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. ലജ്ജയില്ലാത്ത കഴുതകൾ, ഇതാണോ ആധുനിക മണിച്ചൻ? ഒരു പാർട്ടിയെ അതിന്റെ മസ്തകത്തിൽ ചെന്ന് അടിച്ചു തകർക്കുന്ന നെറികെട്ടവൻ എന്നൊക്കെയാണ് ശക്തിധരൻ രാജേഷിനെ കുറിച്ച് പറയുന്നത്. ഈ പുത്തൻ സൈദ്ധാന്തികന്മാർക്ക് അധികാരത്തിലിരുന്ന് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് ഇത്രത്തോളം എത്താൻ കഴിയുന്നത്? ഈ പാർട്ടിയുടെ മഹത്വത്തെക്കുറിച്ച് ഇവനൊക്കെ പ്രസംഗിക്കുന്ന ഈ ഗീർവാണങ്ങൾക്ക് ഇനി എന്താണ് വില? ഇതൊരു രാജേഷിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എത്ര കോടിയാണ് രഹസ്യ അറകളിൽ ഇവനൊക്കെ കട്ടുകൊണ്ട് വെച്ചിട്ടുണ്ടാവുക. ഒരു കൈക്കുഞ്ഞിനെ ലാളിച്ച് എടുത്തുകൊണ്ട് നടക്കും പോലെ അല്ലേ ഇവനൊക്കെ ഈ കുപ്പിക്കഴുത്തുകൾ ഇങ്ങനെ ലാളിച്ചും ഓമനിച്ചും കോഴപ്പണം തലോടിക്കൊണ്ടിരിക്കുന്നത്? മാർക്സിസത്തോടാണോ, ഈ കുപ്പിക്കഴുത്തിനോടാണോ ഇവനൊക്കെ ഭ്രമം? സഹിക്കാൻ കഴിയാത്തത് ഇയാളുടെ ഈ സൈദ്ധാന്തിക നാട്യവും അതിന്റെ മേലെ കിടന്നുള്ള ഒരു മെഴുകലുമാണ്. നിയമസഭയിൽ ഈ കള്ള തിരുമാലിയുടെ പ്രകടനമൊക്കെ ഒന്ന് കാണേണ്ടതാണ്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ അർഷദ് മേത്തയ്ക്ക് പോലും നാണം വരും. ഈ മാർക്സിസത്തിന്റെ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുള്ള ആ ഇവന്റെ ഭാവം അത് കണ്ട ഇത്രയേറെ ഈ സിദ്ധാന്തത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു പൊന്നോമന വേറെ ഇല്ല എന്നായിരിക്കും നമുക്ക് തോന്നുക. വെറും കാപട്യം. മാർക്സിസത്തിന്റെ ഉപ്പാണെന്ന് മുഖത്ത് എന്താ പറയാ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭാവം, ഭൂമുഖത്ത് മാർക്സിസത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആ ആണിയാണത്ര ഇത്. കൊടച്ചക്രം, നീയും ഇത്ര വേഗത്തിൽ ഈ പണി തുടങ്ങിയോ കേരള ബ്രൂട്ടസേ എന്ന് രോഷത്തോടെ ശക്തിധരൻ ചോദിക്കുകയാണ്. ആരോടാണ് നീ ശിഷ്യത്വം നേടിയത്? അച്ഛനോടോ അതോ മകളോടോ? രണ്ടായാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. നൂറുകണക്കിന് രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണാണിത്. ഓർമ്മ വേണം. മാർക്സിസത്തെ അവകാശികളില്ലാത്ത തത്വശാസ്ത്രമാക്കാം എന്ന നിന്റെയൊക്കെ മനസ്സിരിപ്പുണ്ടല്ലോ. ഇയാളൊരു ഇസ്പേഡ് ഏഴാങ്കൂലി മാത്രമാണ്. പലരും പണ്ടേ പറഞ്ഞതാണ്. മാർക്സിസവുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഓട്ടക്കാലാണ്. എന്ത് കൊള്ള നടത്തിയാലും പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളിയുണ്ട്. അതാണ് ഈ മാധ്യമ സൃഷ്ടി എന്ന പൊയ്വടി. പക്ഷെ ഇവിടെ അതിൽ തീരില്ല രാജേഷേ. അഴി എണ്ണേണ്ടി വരും. ജനങ്ങൾ ഈ പൊങ്ങുതടിയെടുത്ത് കടലിൽ കൊണ്ട് എറിയുക തന്നെ ചെയ്യുമെന്നാണ് ശക്തിധരൻ പറയുന്നത്. ഈ പറഞ്ഞത് എന്താ പറയാ, ഇതിന്റെ മാക്സിമം ശക്തിധരൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലപ്പുറം നമ്മളെന്താണ് പറയേണ്ടത്? ഏതായാലും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ പറയാ, ക്രൈംബ്രാഞ്ച് അന്വേഷണം വരും. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ രാജേഷിന് ക്ലീൻ ചിറ്റ് നൽകും, നമ്മുടെ സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകും, രക്ഷപ്പെടും. ഇങ്ങനെയൊക്കെ ശക്തിധരൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രതിപക്ഷം എന്തൊക്കെ ആരോപണം ഉന്നയിച്ചാലും നമ്മുടെ പിണറായി സർക്കാർ 4ാം വർഷത്തിലേക്ക് വളരെ താരപ്രൗഢിയോടെ പ്രവേശിക്കും. അത് കഴിഞ്ഞ് 5ാം വർഷത്തേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2026 പുതിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും. അന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പ്രിയരെ. അതുവരെ നല്ല നമസ്കാരം എല്ലാവർക്കും.